കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന LDC, LPUP, LGS എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ 14ാമത്തെ ക്ലാസ് ആണ്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മുൻവർഷ ചോദ്യ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 21. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അഡ്മിറൽ വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ച് 17ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ലാറ്റിൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മലബാറിൻ്റെ ഉദ്യാനം എന്നാണ്. ഇത് തയ്യാറാക്കിയത് കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് ആൻഡ്രിയൻ വാൻ റീഡ് ആണ്. 1678 മുതൽ 1703 വരെ നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നും 12 വാല്യങ്ങളായിട്ട് ഇത് പുറത്തിറക്കി. അതേപോലെ തന്നെ മലയാള ലിപികൾ ആദ്യമായി ചിത്രമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡോക്ടർ KS മണിലാലാണ് ഇതിൻ്റെ ആധുനിക സസ്യശാസ്ത്ര പ്രകാരം സമഗ്രമായി വിശദീകരിക്കുന്ന ഇംഗ്ലീഷ് പതിപ്പും മലയാള പതിപ്പും തയ്യാറാക്കിയത്. ഇംഗ്ലീഷ് പതിപ്പ് 2003-ലും മലയാള പതിപ്പ് 2008-ലും തയ്യാറാക്കി. ഇത് പ്രസിദ്ധീകരിച്ചത് കേരള സർവകലാശാലയാണ്. അതേപോലെ തന്നെ ഹോർത്തൂസ് മലബാറിക്കസിന്റെ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളിയാണ് ഇട്ടി അച്യുതൻ. ക്വസ്റ്റ്യൻ നമ്പർ 22. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കീഴരിയൂർ ബോംബാക്രമണം. ക്വിറ്റ് ഇന്ത്യ ആണെങ്കിലും കീഴരിയൂർ ബോംബാക്രമണം ആണെങ്കിലും രണ്ടിൻ്റെയും വർഷം 1942 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അക്ബർ. അക്ബറിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? ഏറ്റവും ചെറിയ പ്രായത്തിൽ അധികാരത്തിലേറിയ ഒരു വ്യക്തിയാണ് അക്ബർ എന്നാണ്. 14ാം വയസ്സിൽ അധികാരത്തിലേറിയ ഒരു വ്യക്തിയാണ് അക്ബർ. അതേപോലെ തന്നെ നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് അക്ബർ ആണ്. ദിന്നിലാഹി മതം സ്ഥാപിച്ചു. അക്ബറിന്റെ സദസ്യരായിരുന്ന 9 പ്രമുഖ വ്യക്തികളെ അറിയപ്പെടുന്നത് നവരത്നങ്ങൾ എന്നാണ്. അതേപോലെ അക്ബർ നിർമ്മിച്ച തലസ്ഥാന നഗരമാണ് ഫത്തേപൂർ സിക്രി. ഇതെവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഈ ഫത്തേപൂർ സിക്രി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചെങ്കലിന്റെ ഇതിഹാസം. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം എന്താണ് അറിയപ്പെടുന്നത്? ബുലന്ദ് ദർവാസ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ഈ ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമായ ബുലന്ദ് ദർവാസ. അതേപോലെ അക്ബറിന്റെ ജീവചരിത്ര കൃതികളാണ് അക്ബർ നാമ, ഐനി, അക്ബാരി. അക്ബറിന്റെ സദസ്സിലെ വിദൂഷകനായിരുന്നു ബീർബൽ. അക്ബർ സ്ഥാപിച്ച കലണ്ടറാണ് ഇലാഹി കലണ്ടർ. വർഷമെന്നാണ് 1583. അതേപോലെ ഇദ്ദേഹം പണി കഴിപ്പിച്ച പ്രാർത്ഥനാലയമാണ് ഇബാദത്ത് ഖാന. അക്ബർ നടപ്പാക്കിയ റവന്യൂ പരിഷ്കാരങ്ങളാണ് സബ്ദാരി സമ്പ്രദായവും ദസ്ഹല സമ്പ്രദായവും. അക്ബർ നടപ്പിലാക്കിയ സൈനിക പരിഷ്കാരമാണ് മൻസബ്ദാരി സമ്പ്രദായം. ജസിയ നിരോധിച്ച മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. അതേപോലെ അക്ബറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് സിക്കന്ദ്ര, ആഗ്രയിലെ സിക്കന്ദ്രയിലാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരാത്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹോമി ജെ ബാബ. ഇന്ത്യൻ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അതേപോലെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രം സാരാഭായ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 25. കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അമേരിക്കൻ വിപ്ലവം. ക്വസ്റ്റ്യൻ നമ്പർ 26. ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആഗ്നേയശില. ആഗ്നേയശിലകളെ കുറിച്ച് പറഞ്ഞാൽ ശിലകളുടെ മാതാവ്, അടിസ്ഥാന ശില, പ്രാഥമിക ശില എന്നിങ്ങനെ അറിയപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഗ്നേയശിലയാണ്. അതേപോലെ ഭൂവൽക്കത്തിൽ ഫോസിലുകൾ ഇല്ലാത്ത ശില ഏതാണെന്ന് ചോദിച്ചാൽ അതും ആഗ്നേയശില തന്നെയാണ്. ലോഹ അയിരുകൾ കാണപ്പെടുന്ന ശിലയാണ് ആഗ്നേയശിലകൾ. ഇതിന് ഉദാഹരണങ്ങളാണ് ബസാൾട്ട്, ഗ്രാനൈറ്റ്, ബത്തോലിത്സ്. ഈ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് റിഗർ മണ്ണ്. അതായത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്, നമ്മൾ കറുത്ത മണ്ണ് എന്നറിയപ്പെടുന്ന മണ്ണാണ് റിഗർ മണ്ണ്. അവസാദ ശിലകൾ എന്ന് വെച്ചാൽ കാറ്റ്, ഒഴുക്കുവെള്ളം, ഹിമാനികൾ, തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ശിലകളാണ് അവസാദ ശിലകൾ. ഈ അവസാദ ശിലകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് പാളികളായി കാണപ്പെടുന്നു, ഫോസിലുകൾ കാണപ്പെടുന്നു, പെട്രോളിയം, കൽക്കരി എന്നിവ കാണപ്പെടുന്നു. അന്നേരം ആഗ്നേയശിലയിൽ ഫോസിലുകൾ കാണപ്പെടുന്നില്ല, പക്ഷേ അവസാദ ശിലകളിൽ ഫോസിലുകൾ കാണപ്പെടുന്നു. ഈ അവസാദ ശിലകൾ തന്നെ പ്രധാനമായും രണ്ട് രീതിയിലാണ് രൂപം കൊള്ളുന്നത്. ഒന്നാമത് ബലകൃതമായി രൂപം കൊള്ളുന്നവ, രണ്ടാമത് ജൈവ വസ്തുക്കളിൽ നിന്നും രൂപം കൊള്ളുന്നവ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ബലകൃതമായി രൂപം കൊള്ളുന്നവയ്ക്ക് ഉദാഹരണങ്ങളാണ് ഷെയിൽ, കളിമണ്ണ്, മണൽക്കല്ല്. ജൈവ വസ്തുക്കളിൽ നിന്നും രൂപം കൊള്ളുന്നവയ്ക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, പെട്രോളിയം. അടുത്ത മൂന്നാമത്തെ കായാന്തരിത ശിലകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് കായാന്തരിത ശിലകളാണ്. ഉയർന്ന താപത്തിന്റെയും മർദ്ദത്തിന്റെയും ഫലമായി ശിലകൾ ഭൗതിക രാസമാറ്റത്തിന് വിധേയമായി രൂപം കൊള്ളുന്നതാണ് കായാന്തരിത ശിലകൾ. ഇതിന് ഉദാഹരണങ്ങളാണ് മാർബിൾ, സ്ലേറ്റ്, നൈസ്, ഷിറ്റ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 27. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാർമാറ്റൺ. ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലൂവിനെ കുറിച്ചുണ്ടായിരുന്നു അല്ലേ? എന്താണ് ലൂ? ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ചിനൂക്ക് എന്ന് വെച്ചാൽ മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റാണ് ചിനൂക്ക്. ഇത് വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ വീശുന്നു. ആൽപ്സ് പർവ്വതങ്ങളുടെ ചരിവുകളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫോൻ. ക്വസ്റ്റ്യൻ നമ്പർ 28. GPS എന്ന ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, USA. ക്വസ്റ്റ്യൻ നമ്പർ 29. ധരാതലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കോണ്ടൂർ രേഖ. ക്വസ്റ്റ്യൻ നമ്പർ 30. ആഗോള താപനവുമായി ബന്ധപ്പെട്ട വാതകം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കാർബൺ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ആഗോളതാപനവുമായി ബന്ധപ്പെട്ട വാതകം ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പറയാറുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 31. കോറമണ്ടൽ തീരം ഇന്ത്യയിലെ ഏതു തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കിഴക്കൻ തീരമേഖല. അപ്പോൾ പടിഞ്ഞാറൻ തീരമേഖല എന്താണ് അറിയപ്പെടുന്നത്? കൊങ്കൺ തീരം എന്നാണ്. കൊങ്കൺ റെയിൽവേ, കൊങ്കൺ തീരം ഇതൊക്കെ ഏത് ഭാഗമാണ് വരുന്നത്? പടിഞ്ഞാറൻ ഭാഗമാണ് കൊങ്കണൊക്കെ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 32. വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കിസാൻ മസ്ദൂർ സംഗതൻ. കിസാൻ മസ്ദൂർ ശക്തി സംഗതൻ എന്നാണ് വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടനയുടെ പേര്. കിസാൻ മസ്ദൂർ ശക്തി സംഗതൻ. ക്വസ്റ്റ്യൻ നമ്പർ 33. സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, നവംബർ 1, 2012. എന്താണ് സേവനാവകാശ നിയമം? വിവരാവകാശത്തിന്റെ മാതൃകയിൽ സേവനം പൗരന്റെ അവകാശമാക്കുന്ന ഇന്ത്യയിലെ നിയമമാണ് സേവനാവകാശ നിയമം. സർക്കാർ വകുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും നടത്തുന്ന എല്ലാവിധ സേവനങ്ങളും ജനങ്ങളുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നിയമമാണിത്. അതേപോലെ ഇന്ത്യയിൽ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, ജാർഖണ്ഡ്, പഞ്ചാബ്, കേരളം എന്നീ സ്ഥലങ്ങളിലാണ് സേവന അവകാശ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 34. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ശ്യാം സരൺ നേഗി. ക്വസ്റ്റ്യൻ നമ്പർ 35. ദേശീയ മനുഷ്യാവകാശ ദിനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിസംബർ 10. ക്വസ്റ്റ്യൻ നമ്പർ 36. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രംഗനാഥ മിശ്ര. KG ബാലകൃഷ്ണൻ ആരാണ്? സുപ്രീം കോടതിയിലെ ആദ്യ മലയാളി ചീഫ് ജസ്റ്റിസ് ആണ് KG ബാലകൃഷ്ണൻ. എങ്കിൽ പിനാക്കി ചന്ദ്രഘോഷ് ആരാണ്? ആദ്യ ലോക്പാൽ ആണ്. കേരള ലോകായുക്തയാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ്. നമ്മളുടെ ഇപ്പോഴത്തെ ലോക്പാൽ ആണ് ജസ്റ്റിസ് പ്രദീപ് കുമാർ മൊഹന്തി. ക്വസ്റ്റ്യൻ നമ്പർ 37. GST നിലവിൽ വന്നത് എപ്പോൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2017 ജൂലൈ 1. ക്വസ്റ്റ്യൻ നമ്പർ 38. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രത്യക്ഷ നികുതി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കമ്പനി ആദായ നികുതി. ക്വസ്റ്റ്യൻ നമ്പർ 39. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജവഹർലാൽ നെഹ്റു. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതെന്നാണ് 1951. ക്വസ്റ്റ്യൻ നമ്പർ 40. ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നീതി ആയോഗ്. നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത്? 2015 ജനുവരി 1. ക്വസ്റ്റ്യൻ നമ്പർ 41. ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3. ക്വസ്റ്റ്യൻ നമ്പർ 42. സാർസ് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ശ്വാസകോശം. ക്വസ്റ്റ്യൻ നമ്പർ 43. എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകൾ എത്ര എണ്ണം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 42. ആകെ ക്രോമസോമുകളുടെ എണ്ണം എന്ന് പറയുന്നത് 42 ആണ്. ഇതിൽ 20 ജോഡി ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോംസുമാണ് ഉള്ളത്. അതായത് ഒരു ജോഡി 20 ജോഡി ഓട്ടോസോംസും 1 ജോഡി സെക്സ് ക്രോമസോംസുമാണ് ഉള്ളത്. എങ്കിൽ മനുഷ്യന്റെ ക്രോമസോം സംഖ്യ എത്രയാണ്? അത് 46 ആണ്. നമ്മൾക്ക് മനുഷ്യർക്കാണെങ്കിൽ 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോംസുമാണ് ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 44. മണ്ണില്ലാ കൃഷി അറിയപ്പെടുന്ന നൂതന കൃഷി രീതി ഏതാണ്? കറക്റ്റ് ആൻസർ കൊടുത്തിരിക്കുന്നത് ഹൈഡ്രോപോണിക്സ് ആണ്. എന്ന് വെച്ചാൽ എയ്റോപോണിക്സ് ആണെങ്കിലും മണ്ണില്ലാതെ കൃഷി ചെയ്യപ്പെടുന്ന രീതിയാണ്. അപ്പോൾ മണ്ണില്ലാ കൃഷി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം അല്ലേ, ജലത്തിന്റെ സഹായത്തോടെ കൃഷി വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. എയ്റോപോണിക്സിലാണേലും മണ്ണില്ലാതെയുള്ള കൃഷി രീതിയാണ്. മണ്ണോ വെള്ളമോ ഇല്ലാതെയുള്ള കൃഷിയാണ് എയ്റോപോണിക്സ്. ഇതിൽ ഉപയോഗിക്കുന്നത് ജലബാഷ്പമാണ്. ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ജലബാഷ്പമാണ് എയ്റോപോണിക്സിൽ ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 45. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീര അവയവം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കരൾ. ക്വസ്റ്റ്യൻ നമ്പർ 46. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, തമിഴ്നാട്. ക്വസ്റ്റ്യൻ നമ്പർ 47. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സോഡിയം ക്ലോറൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 48. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബിസ്മത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 49. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സോഡിയം. ക്വസ്റ്റ്യൻ നമ്പർ 50. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സാക്കറിൻ. ക്വസ്റ്റ്യൻ നമ്പർ 51. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, റുദർഫോർഡ്. ക്വസ്റ്റ്യൻ നമ്പർ 52. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രിന്റർ. ക്വസ്റ്റ്യൻ നമ്പർ 53. കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, CPU. ക്വസ്റ്റ്യൻ നമ്പർ 54. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ചാൾസ് ബാബേജ്. ക്വസ്റ്റ്യൻ നമ്പർ 55. താഴെ പറയുന്നവയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ലിനക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 56. ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തു നിന്നാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ബ്രിട്ടൻ. ക്വസ്റ്റ്യൻ നമ്പർ 57. ഭരണഘടനയിലെ മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ 51A. ഭാഗം ഏതാണ്? ഭാഗം 4A. ക്വസ്റ്റ്യൻ നമ്പർ 58. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് 32-ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് BR അംബേദ്കർ. ക്വസ്റ്റ്യൻ നമ്പർ 59. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 44-ാം ഭേദഗതി. ക്വസ്റ്റ്യൻ നമ്പർ 60. പ്രത്യേക ഭരണഘടനാ പദവി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. നേരത്തെ ജമ്മു കാശ്മീർ ആയിരുന്നു, ഇപ്പോൾ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 61. ICC ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ 2019 നടന്നത് എവിടെ വെച്ച്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഇംഗ്ലണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 62. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ശക്തികാന്ത ദാസ്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 25-ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. ക്വസ്റ്റ്യൻ നമ്പർ 63. 2018 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫ്രാൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 64. നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കോഴിക്കോട്. ക്വസ്റ്റ്യൻ നമ്പർ 65. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി. ഇപ്പോൾ കറക്റ്റ് ആൻസർ ആരാണ്? ഓപ്ഷൻ ബി ഉമ്മൻചാണ്ടിയാണ്. നേരത്തെ KM മാണി ആയിരുന്നു, ഇപ്പോൾ ഉമ്മൻചാണ്ടിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 66. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കൂടിയാട്ടം. കൂടിയാട്ടത്തോടൊപ്പം തന്നെ മുടിയേറ്റും യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപമാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും 2 കലാരൂപങ്ങൾക്കാണ് യുനെസ്കോ അംഗീകാരം നൽകിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? കൂടിയാട്ടവും മുടിയേറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 67. 2018 വയലാർ അവാർഡ് നേടിയ കൃതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഉഷ്ണരാശി. ഉഷ്ണരാശി ആരുടെ കൃതിയാണ്? KV മോഹൻകുമാറിന്റെ കൃതിയാണ് ഉഷ്ണരാശി. ആദ്യ വയലാർ അവാർഡ് നേടിയ വ്യക്തിയാണ് ലളിതാംബിക അന്തർജനം. 1977 അഗ്നിസാക്ഷിക്കാണ് ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്തത്. അതേപോലെ 2018 KV മോഹൻകുമാർ കൃതി ഉഷ്ണരാശി. 2019 VJ ജെയിംസ് നിരീശ്വരൻ. 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ ഒരു വെർജീനിയൻ വെയിൽക്കാലം. 2021 ബെന്യാമിൻ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 S ഹരീഷ് മീശ. S ഹരീഷിന് 46-ാമത്തെ വയലാർ അവാർഡാണ് ലഭിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 68. ഇറാനി ട്രോഫി ഏതു കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ക്രിക്കറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 69. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഷൈനി വിൽസൺ. ക്വസ്റ്റ്യൻ നമ്പർ 70. മലയാള സിനിമയുടെ പിതാവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് JC ഡാനിയൽ. ക്വസ്റ്റ്യൻ നമ്പർ 71. Don't lend Arun any money, I said to Kavya. He never pays his debt. The above sentences can be reported as. Correct answer option A ആണ് I advised Kavya not to lend Arun any money as he never paid his debt. Question number 72. He hardly ever makes a mistake. The appropriate question tag for the above sentence is. Correct answer option C ആണ് does he. Question number 73. She is as daft as a brush.
The underlined idiom means correct answer option D ആണ് very stupid. Question number 74. The girls as well as the teacher dash left. Correct answer option B ആണ് have. Question number 75. The boys like play games but hate do lessons. The correct answer option C ആണ് playing doing. The boys like playing games but hate doing lessons. Question number 76. You have split it wrong. There dash be another S. Correct answer option A ആണ് O2. Question number 77. We shall have to tow the car to the garage. The above statement in active voice can be changed into passive voice. Correct answer option B ആണ് the car will have to be towed to the garage. Question number 78. The antonym of diligent is correct answer option D ആണ് lazy. Question number 79. A good student works hard at her books and enjoys learning. The underlined word അതായത് hard. Correct answer option D ആണ് an adverb. Question number 80. Identify the one word substitution for the following. Concluding part of a literary work. Correct answer option B ആണ് epilogue. Question number 81. Notwithstanding his hard work, he didn't succeed. The above simple sentence can be converted into a compound sentence as correct answer option C ആണ് he worked hard yet didn't succeed. Question number 82. The bill passed by the parliament has to obtain the president's dash. Correct answer option A ആണ് assent. Question number 83. Why didn't you say that you were short of money? If I know, I lend you some. Correct answer option B ആണ് had not would have lent. Question number 84. I buy a new house last year but I not sell my old house yet. So that the moment I have two houses. Correct answer option A ആണ് bought have not sold. Question number 85. When dash Titanic was crossing dash Atlantic, she struck an iceberg. Correct answer option C ആണ് the. Question number 86. After a brief speech, the minister dash the new statue. Correct answer option D ആണ് unveiled. Question number 87. It is dash to go by train than by car. Correct answer option D ആണ് cheaper. Question number 88. The wedding has been dash until June. Correct answer option B put off. Question number 89. If you do not comply dash the traffic regulations, you will get dash trouble dash the police. Correct answer option A ആണ് with into with. Question number 90. The boy looked much. Correct answer option C ആണ് relieved. Question number 91. താഴെ തന്നിരിക്കുന്നവയിൽ സർവനാമം ഏതാണ്? Correct answer option C ആണ് അവൾ. Question number 92. ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ്? Correct answer option A തിരുവാതിര. Question number 93. ശരിയായ പദം ഏത്? Correct answer option B ആണ് ഉത്പതിഷ്ണു. Question number 94. ഘാതകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? Correct answer option D ഭക്ഷിക്കുന്നവൻ. Question number 95. കുഞ്ഞുണ്ണി ഏതു നോവലിലെ കഥാപാത്രമാണ്? Correct answer option A ആണ് ഗുരുസാഗരം. Question number 96. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആര്? Correct answer option D ആണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. Question number 97. തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? Correct answer option C U.A. ഖാദർ. Question number 98. ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത് ആര്? Correct answer option D സന്തോഷ് എച്ചിക്കാനം. Question number 99. ഞാൻ സഹിക്കും എന്ന വാക്യത്തിന്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം ഏതാണ്?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഐ വിൽ അസിസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 100. ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്നതിന് അനുയോജ്യമായത് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. താങ്ക് യു.